എല്ലാവർക്കും നമസ്കാരം. സൈലം RRBയിൽ തുടങ്ങാൻ പോകുന്ന പലരുടെയും ജീവിതത്തിൽ വലിയ വഴിത്തിരിവാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. RRBയുടെ ഭാഗത്ത് നിന്ന് ഇനി മുതൽ എല്ലാ വർഷവും കൃത്യമായി നോട്ടിഫിക്കേഷൻസ് വരുമെന്നും കൃത്യമായും എല്ലാ വർഷവും പരീക്ഷകൾ നടക്കുമെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം RRB NTPCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കഴിഞ്ഞു. ഇനി അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നടക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ CBT 2 എക്സാമുകളൊക്കെ വരുന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന റെയിൽവേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു RRBയുടെ ഒരു റെഗുലർ ബാച്ച് ഓൺലൈനായിട്ട് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. റെയിൽവേയിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് ഇത്. ഈ ഒരു കോഴ്സിലൂടെ ഇനി നടക്കാൻ പോകുന്ന അടുത്ത വർഷത്തെ NTPC എക്സാം, അതുപോലെ JEEയുടെ CBT 1 എക്സാം, അതുപോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാം, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ഈസിലി ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. കൃത്യം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ടേം ബാച്ചാണിത്. ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യത്തെ 10 മാസം കൊണ്ട് ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഓരോ ടോപ്പിക്കിന്റെ കീഴിൽ നിന്നും നമ്മൾ പഠിച്ചു തീർക്കും. 10 മാസം കൊണ്ട് നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ അടുത്ത 2 മാസം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായും നമ്മൾ റിവിഷൻ ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഈ പരീക്ഷകൾക്കുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ കൃത്യമായും ഓർഡറായും സെറ്റ് ചെയ്തിരിക്കും. 450 പുറത്ത് മണിക്കൂറുകൾ ലഭിക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ഇത്. ഈ ഒരു കോഴ്സിൽ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനി ഈ ഒരു കോഴ്സിന്റെ തുടക്കത്തിൽ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം ഒന്ന് സെറ്റ് ആവുന്നവരെ, അതായത് നല്ലൊരു ബേസ് ആവുന്നവരെ എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വീതം ഈ ഒരു ബാച്ചിൽ ഉണ്ടാവും. അതിനുശേഷം നിങ്ങളൊന്ന് നല്ല രീതിയിൽ ബേസ് ആയതിനു ശേഷം 3 ക്ലാസ്സുകൾ വരെ ഈ ഒരു ബാച്ചിൽ ഉണ്ടാവും. അങ്ങനെ നമ്മൾ 10 മാസം കൊണ്ട് കൃത്യമായും സിലബസ് തീർക്കുന്നു, 2 മാസം കൊണ്ട് റിവിഷൻ ചെയ്യുന്നു, സെറ്റ് ആവുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് 2 കാര്യങ്ങൾ വരാം. ഒന്ന്, ക്ലാസ്സുകൾ ലൈവായിട്ട് നടക്കുന്ന ആയതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ലാസ് മിസ്സായാൽ അത് കാണാൻ പറ്റുമോ? ലൈവ് കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്ത് പോകാനായിട്ട് പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിലും ആ ക്ലാസ്സിൻ്റെ റെക്കോർഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് എപ്പോഴാണോ നിങ്ങൾക്ക് ഓക്കെ ആവുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് കണ്ട് തീർത്ത് വരാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ബാച്ചിൻ്റെ എക്സാമുകൾ എങ്ങനെയൊക്കെയാണ്, ക്ലാസ്സുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എക്സാമുകൾ എങ്ങനെയൊക്കെ വരും, ഈ ഒരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം സ്വാഭാവികമായും. അപ്പം ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് RRB SSC പോലെയുള്ള മത്സര പരീക്ഷകളിൽ പഠിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ എക്സാം എഴുതി സെറ്റ് ആവുന്നോ അത്രയും എളുപ്പമായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ. ഒരുപാട് എക്സാമുകൾ എഴുതിയാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് സമയം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിൽ എല്ലാ ആഴ്ചയും ഒരു ഫുൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്കുണ്ടാവും. എല്ലാ ആഴ്ചയും, അതായത് എങ്ങനെയാണോ ഒരു RRB NTPC അല്ലെങ്കിൽ JEEയുടെ ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഈ ALPയുടെ എക്സാമിൻ്റെ ഫസ്റ്റ് ലെവലൊക്കെ നടക്കുക, അതേ പാറ്റേണിൽ നിങ്ങൾക്കൊരു ഫുൾ മോക്ക് ടെസ്റ്റ് എക്സാം എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. അപ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ അത് എഴുതുന്ന വഴി നിങ്ങൾ എവിടെ നിൽക്കുന്നു, ഏതൊക്കെ പോയിന്റിൽ നിങ്ങൾ വീക്കാണ്, ഏതൊക്കെ പോയിന്റിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി, ഏതൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ ഇനിയും നന്നായി നോക്കണം, ഇത് നിങ്ങൾക്കൊന്ന് എല്ലാ ആഴ്ചയിലും അനലൈസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇത് കൂടാതെ ഒരാഴ്ചയിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ട് വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. അതായത് ഇപ്പോൾ ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു 14 ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ 12 ക്ലാസ്സുകളാണ് വരുന്നതെന്നിരിക്കട്ടെ. ആ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് പഠിച്ചോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ വീക്ക്ലി ടെസ്റ്റിൽ നമ്മൾ കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്ക് കൃത്യമായും പഠിച്ച കാര്യങ്ങളും ഓരോ ആഴ്ചയിലും റിവൈസ് ചെയ്ത് പോകാനായിട്ടും പറ്റും. കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ പൂർണ്ണമായും എൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ഓൺലൈൻ ബാച്ച് ആയിരിക്കും ഇത്. ഈ വരുന്ന ഓഗസ്റ്റ് 11-ാം തീയതിയാണ് നമ്മുടെ RRBയുടെ റെഗുലർ ബാച്ച് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊരു അവസരമായി കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. RRB ഓഫ്ലൈനായിട്ട് ഈ റെഗുലർ ബാച്ച് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ തിരുവനന്തപുരം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് ഓഫ്ലൈൻ ക്യാമ്പസുകളിൽ ഇതിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ ഡേറ്റ് മറന്നു പോകേണ്ട, വരുന്ന ഓഗസ്റ്റ് 11. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങളുടെ സ്വപ്ന ജോലി ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ. താങ്ക് യു.